ഭീതിപ്പെടുത്തുകയാണ് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും കുടിപ്പകയും. ഏറ്റവും ഒടുവിൽ നെടുമ്പാശ്ശേരിയിലാണ് ഗുണ്ടാ കുടിപ്പകയിൽ യുവാവിനെ വെട്ടിക്കൊന്നത്. ഗുണ്ടാ നേതാവും നിരവധി കേസുകളിലെ പ്രതിയുമായ വിനു വിക്രമനാണ് കൊല്ലപ്പെട്ടത്. ബാറിൽ നിന്നും ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയ ശേഷമായിരുന്നു അരുംകൊല. അത്താണി ബോയ്സ് എന്ന ഗുണ്ടാ സംഘത്തിന്റെ തലവനാണ് കൊല്ലപ്പെട്ട വിനു വിക്രമൻ. സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു. ഡാനി, ഇന്ന് പുലർച്ചെയാണ് നെടുമ്പാശ്ശേരിയെ നടുക്കിയ ഈ കൊലപാതകം അരങ്ങേറിയത്. ഇത് ഗുണ്ടാ കുടിപ്പകയെ തുടർന്നുള്ള കൊലപാതകമാണെന്ന് പോലീസ് പറയുന്നുണ്ട്. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ വിനു വിക്രമനെ ഇതേ രീതിയിൽ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്? ഡാനി, ടോം, വിനു വിക്രമൻ 2019 അവിടെ ഉണ്ടായിരുന്ന ഒരു കൊലപാതക കേസിലെ ഒന്നാം പ്രതിയാണ്. ഗില്ലാപ്പി ബിനോയ് എന്ന് വിളിക്കുന്ന ഒരാളെയാണ് വിനു വിക്രമന്റെ നേതൃത്വത്തിലുള്ള സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ആ കേസിലെ ഒന്നാം പ്രതിയാണ് വിനു വിക്രമൻ. ഈ ഒരു വൈരാഗ്യം സൂക്ഷിച്ചതാണോ അതോ കഴിഞ്ഞ ദിവസങ്ങളിലും ഇയാൾ മറ്റു പലരുമായിട്ട് തന്നെയും ബഹളങ്ങൾ ഉണ്ടാകുകയും അടിപിടിയിൽ കലാശിക്കുകയും എല്ലാം തന്നെ ചെയ്തുവെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അപ്പം അവരുമായിട്ടും ആണോ, അവരുടെ വൈരാഗ്യത്തിൽ നിന്നാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമല്ല. എന്തായാലും ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പരസ്പര പക തന്നെയാണ് ഈ രീതിയിലേക്കുള്ളൊരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്ന് തന്നെ വ്യക്തമാണ്. നേരത്തെ പറഞ്ഞു തുടങ്ങിയത് 2019 ഇതിന് ആദ്യത്തെ സംഭവം നടക്കുന്നത്. അന്ന് അത്താണി ബോയ്സ് എന്ന് പറയുന്ന ഒരു ഇത്തരം സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കൂട്ടായ്മ എന്നതിനെ പറയാൻ കഴിയില്ല. ആ രീതിയിലൊരു സംഘം ചേരലായിരുന്നു ഇവരുണ്ടായിരുന്നത്. അതിൽ ഈ വിനു വിക്രമനും അതോടൊപ്പം തന്നെ ഗില്ലാപ്പി ബിനോയ് ഇവരെല്ലാവരും ചേർന്ന് തന്നെയായിരുന്നു കൊട്ടേഷൻ ഇടപാട്, മയക്കുമരുന്ന്, അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് സാമൂഹിക വിരുദ്ധ പ്രവർത്തനം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് പാറമടകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പണപ്പിരിവ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇവർ ഏർപ്പെട്ടിരുന്നു. ഇവിടെ നിന്ന് പിന്നീട് ഈ സംഘം പിരിയുകയായിരുന്നു. ഇയാൾ ഈ സംഘത്തിൽ നിന്ന് മാറുകയും പിന്നീട് അത്താണി സിറ്റി ബോയ്സ് എന്ന വേറൊരു ഗ്യാങ്ങിന് രൂപം നൽകുകയായിരുന്നു. ഇത് എല്ലാവരും പണി ചെയ്താലും ഒരേപോലെ തന്നെ ഗുണ്ടാപ്പിരിവും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇതിനിടയിലാണ് ഗില്ലാപ്പി ബിനോയും അതോടൊപ്പം തന്നെ വിനു വിക്രമവും വലിയ രീതിയിലേക്ക് ശത്രുതയിലേക്ക് വരുന്നതും പിന്നീട് ഒരു ദിവസം ഈ ഗില്ലാപ്പി വിനു വിക്രമന്റെ നേതൃത്വത്തിൽ സംഘം ചേർന്ന് കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. അത് ദാരുണമായിരുന്നു. അത് വഴിവക്കിൽ തന്നെ വെട്ടിക്കൊലപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഇതുണ്ടായിരുന്ന. ദേഹമാസകലം മുറിവേറ്റിരുന്നു. ഇതിനുശേഷം ഇയാൾ അറസ്റ്റിലാവുകയും വിനു വിക്രം അറസ്റ്റാവും. അന്ന് ഏതാണ്ട് 5ഓളം പേര് അറസ്റ്റിലായിരുന്നു. കൂട്ടത്തിൽ വിനു വിക്രം അറസ്റ്റായിരുന്നു. പിന്നീട് ഇയാൾ 2022 ജയിലിന് പുറത്തേക്ക് എത്തുകയും ചെയ്തു. അതിനുശേഷം അവിടെ പാറമടകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു ഗുണ്ടാപ്പിരിവ് നടത്തുകയും പലരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയും അങ്ങനെ ആ രീതിയിലേക്കെല്ലാം വരികയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു കാപ്പ ചുമത്തി ഇയാളെ നാട് കടത്തുന്നത്. നേരത്തെയുള്ള കൊലപാതക കേസിൻ്റെ ഭാഗമായിട്ട് ഇയാളോട് ഈ പ്രദേശത്തേക്ക് കടന്നു വരാത്ത രീതിയിൽ നിബന്ധനകൾ അതിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു, പുറത്തേക്ക് ഇറങ്ങും. പക്ഷെ അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇയാൾ വീണ്ടും ഇവിടേക്ക് വരികയും പഴയതുപോലെ ക്രിമിനൽ പ്രവർത്തനങ്ങളെല്ലാം തന്നെ തുടരുകയും ചെയ്തിരുന്നത്. പിന്നീട് കാപ്പ ചുമത്തുകയും ചെയ്തു. പുറത്തേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഇവിടേക്ക് എത്തി പഴയതുപോലെ തന്നെ ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ തന്നെ ഏർപ്പെട്ടുകൊണ്ട് തന്നെ തുടരുകയായിരുന്നു. ഇപ്പോഴാണ് ഈ അടുത്തിടെ ഇയാളും മറ്റു ചില സംഘങ്ങളുമായിട്ട് ചേർന്ന് ബഹളങ്ങളുണ്ടാകുന്നതെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇതിനുശേഷം ഇന്നലെ രാത്രി ഇയാൾ അവിടെ തിരുക്കുച്ച് എന്നൊരു ബാറിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഇയാളെ വിളിച്ചു കൊണ്ടുപോകുന്നത്. അങ്കമാലി കുറുമശ്ശേരിക്കടുത്തുനിന്ന് അയാളെ ഒരാൾ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഓട്ടോറിക്ഷയിലാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതിനുശേഷം വഴിവക്കിൽ വെച്ച് ഇയാൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഇയാളെ വെട്ടി പരിക്കേൽപ്പിക്കുന്നു. നടു റോഡിൽ ഇതുപോലെ റോഡിൽ വീണ് കിടക്കുന്നു. തലയ്ക്കും അതോടൊപ്പം തന്നെ ശരീരത്തിലും പല ഭാഗങ്ങളിലും തന്നെ ആഴമേറിയ മുറിപ്പാടുകളുണ്ടായിരുന്നു. തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചനുസരിച്ച് പോലീസാണ് ഇയാൾ ആശുപത്രിയിൽ എത്തിക്കുന്നത്. പക്ഷേ മരണം സംഭവിക്കുകയുമായിരുന്നു. എന്നാലും ഈ സംഭവത്തിൽ ഇയാളെ ബാറിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന ഒരാളുടെ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാൾ കസ്റ്റഡിയിലാണെന്നാണ് സൂചന. ഇയാൾ ഈ സംഘത്തിൽ ഉൾപ്പെട്ടതാണോ, ഈ പ്ലോട്ട് പ്ലാൻ ചെയ്തവരിൽപ്പെട്ടതാണോ? ഡാനി തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഇവരുടെ സംഘത്തിലുണ്ടായിരുന്ന ബിനോയിയെ നേരത്തെ കൊലപ്പെടുത്തിയ സംഭവം. ആ ബിനോയിയുടെ കൊലപാതകത്തില് മുഖ്യപ്രതിയാണ് ഇന്ന് കൊല്ലപ്പെട്ട വിനു വിക്രമൻ. ആ കേസിന്റെ ഒരു കുടിപ്പകയാണ്, അതിന്റെ വൈരാഗ്യമാണ് വിനുവിന്റെ ജീവനെടുത്തതെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പോലീസ് ആ രീതിയിൽ സംശയിക്കുന്നുണ്ടോ? ടോം, ആ രീതിയിലുള്ള സംശയമേ ഉള്ളൂ. കാരണം ഇവർക്കൊക്കെ പലരുമായും ബഹളങ്ങൾ ഉണ്ടാക്കുകയും അത് എല്ലാ ദിവസവും എന്നോണം നിത്യേന എന്നോണം
പലരുമായും അടിയിലേർപ്പെടുകയും എല്ലാം തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ആരുടെ ഭാഗത്ത് തിരിച്ചു കൊടുത്തതാണ് എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ച് വരുന്നതേയുള്ളൂ. എങ്കിൽ കൂടിയും പഴയ കൊലപാതകത്തിൻ്റെ പക എപ്പോഴും സൂക്ഷിക്കുന്നവരുണ്ട്. പഴയ ഗ്യാങ്ങിലുണ്ടായിരുന്നവരുടെ അവരും പലയിടത്തും തന്നെ സജീവമാണ്. അപ്പോൾ ഇതിൽ ആരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണം നടത്തി വരുന്നത്. പ്രത്യേകിച്ച് ഈ അങ്കമാലി ഭാഗം കേന്ദ്രീകരിച്ചെല്ലാം തന്നെ വലിയ രീതിയിൽ ഈ ക്രിമിനൽ ആക്ടിവിറ്റിയൊക്കെ കൂടുതലുള്ള ഒരിടമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. പലരും തന്നെ ഈ മയക്കുമരുന്ന് വിൽപ്പന അടക്കമുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടവരുണ്ട്. ഈ രീതിയിലാണ് അവർ പണസമാഹരണങ്ങൾ നടത്തുന്നത്. ഭീഷണിപ്പെടുത്തുക, പാറമടകൾ കുറച്ചധികമുള്ള സ്ഥലമാണ്, അവിടങ്ങളിലെല്ലാം തന്നെ ഈ പണപ്പിരിവ് നടത്തുക, ഈ രീതിയിലെല്ലാമാണ് ഇവരൊരു ധനസമാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ പലരുടെ അടുത്തുനിന്നും ഈ ഭീഷണിപ്പെടുത്തുകയും അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ആരാണ് ഈ രീതിയിലേക്ക് കൊലപാതകം നടത്തുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് പോലീസ് ഒരു അന്തിമമായ നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല. എങ്കിലും പഴയ കുടിപ്പകയുടെ ആളുകൾ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. ഏതാണ്ട് ആ രീതിയിലേക്ക് തന്നെയാണ് പോലീസിൻ്റെ മുഴുവൻ നിഗമനങ്ങളും എത്തുന്നത്. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പരസ്പരം ഏത് സംഘങ്ങൾ എന്നത് സംബന്ധിച്ച് മാത്രമേ ഇനി അന്തിമ തീരുമാനത്തിലേക്ക് എത്തേണ്ടതുള്ളൂ. ടോം, ഞാനിപ്പോൾ ഒരാളാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കൂടുതൽ പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? നെടുമ്പാശ്ശേരി ഈ പറയുന്ന കൊല്ലപ്പെട്ട ഭാഗത്തിന്റെ ആ പ്രദേശത്തിന്റെ സ്വഭാവം എന്താണ്? ഒരു നഗരമേഖലയിൽ വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അവിടെ CCTVകളോ മറ്റോ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ 12 മണിക്കൂർ പിന്നിടുകയല്ലേ? ടോം, നിലവിൽ പ്രാഥമികമായ വിവരങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്രൈമിൽ ഉൾപ്പെട്ടെന്ന് സംശയിക്കപ്പെടുന്ന ചിലരെ കൂടി പോലീസ് അവരിലേക്ക് കൂടി അന്വേഷണം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെയും ഈ ക്രിമിനൽ സ്വഭാവമുള്ള ഗുണ്ട പണി ആ രീതിയിലേക്ക് പോകുന്നവരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ തന്നെ പോലീസ് ആദ്യഘട്ട പ്രാഥമികമായ ഒരു വിവരം ശേഖരിച്ചപ്പോൾ തന്നെയും ഇത് ഗുണ്ടാക്രമണം തന്നെയാണ്, കുടിപ്പകയാണെന്ന രീതിയിലേക്ക് തന്നെ പോലീസ് എത്തിയിരിക്കുകയും ചെയ്യുന്നത്. അങ്കമാലി പോലുള്ള മേഖലകളിൽ കൂടുതൽ, അങ്കമാലി കാലടി പ്രദേശങ്ങളിലെല്ലാം തന്നെ കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് കുറച്ചുകൂടി സജീവമായി വരുന്നു എന്ന റിപ്പോർട്ടുകൾ പോലീസിനുണ്ട്. അതിൽ റൂറൽ പോലീസിൻ്റെതടക്കം കൃത്യമായൊരു ഇടപെടൽ നേരത്തെ ഉണ്ടായിരുന്നു. കാപ്പ ചുമത്തി പല ക്രിമിനലുകളെയും കണ്ടെത്തുകയും കാപ്പ ചുമത്തുകയും അവരെ അവിടെ നിന്ന് മാറ്റുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. പക്ഷേ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത്തരം ഒരു സ്വഭാവങ്ങൾ തലപൊക്കുകയാണ്. അതിൽ കൃത്യമായൊരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പിന്നീട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടോം, ഡാനി, നമുക്കറിയാം ഈ സമീപകാലത്ത് ഗുണ്ടകൾ വലിയ രീതിയിൽ കൊച്ചിയിൽ ഭീതി പരത്തുകയാണ്. നേരത്തെ കൊച്ചി അധോലോകത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ പുറത്തുവിട്ടതാണ്. പക്ഷെ അതിൻ്റെ ഗുണ്ടകളുടെയൊക്കെ സ്വഭാവം വ്യത്യസ്തമാണ്. കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നു, മറ്റ് സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലും ഒക്കെ. പക്ഷെ ഇതൊരു പ്രാദേശിക തലത്തിൽ വലിയ സ്വാധീനമുള്ള അത്താണി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗുണ്ടാ സംഘങ്ങളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെ തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കൊച്ചി തോപ്പുംപടിയിൽ സമാനമായ രീതിയിൽ ഗുണ്ടാ കുടിപ്പകയെ തുടർന്ന് ഒരു യുവാവിനെ കുത്തി കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായത്. ഇതേ രീതിയിൽ വീണ്ടും കൊച്ചി നഗരത്തിലടക്കം നഗരത്തിന് സമീപ പ്രദേശങ്ങളിലും ഗുണ്ടാ സംഘങ്ങൾ വീണ്ടും തലപൊക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയാണ് ഉണ്ടാകുന്നത്? കാരണം ഈ കൊല്ലപ്പെട്ട വിനു വിക്രമൻ ഒരു കൊലപാതക കേസിൽ മുഖ്യപ്രതിയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്, മാസങ്ങൾക്ക് മുൻപാണ് ഇയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത്. ഇങ്ങനെയൊക്കെ ജാമ്യത്തിൽ പുറത്തിറങ്ങുന്ന ഗുണ്ടാ പട്ടികയിലുള്ള ആളുകളെ കൃത്യമായി നിരീക്ഷിക്കാനുള്ളൊരു സംവിധാനം നമ്മുടെ പോലീസിനില്ലേ ഡാനി? അത്തരമൊരു സംവിധാനം പോലീസിന് ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അത് അല്ലെങ്കിൽ പിന്നെ ഈ രീതിയിലേക്കുള്ള ഒരു ക്രൈം ആക്ടിവിറ്റി നടക്കുന്നത്, അത് അങ്കമാലി ടൗണിനകത്ത് വെച്ച് ഇതെല്ലാം നടക്കുമ്പോൾ അത് നിരീക്ഷിക്കപ്പെടുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ തങ്ങളുടെ അതിർത്തിയിൽ കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ട ഒരാൾ വീണ്ടും ഇവിടേക്ക് തന്നെ വീണ്ടും എത്തും. അയാളുടെ ഒരു പ്രവർത്തനങ്ങൾ തുടർച്ചയായി 2 ദിവസങ്ങളിൽ ബഹളങ്ങൾ ഉണ്ടാക്കിയതായി പറയുന്നതൊന്നും പോലീസിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഒപ്പം ഈ അധോലോക സംഘങ്ങളെന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല, പ്രാദേശികമായ ഒരു ഗുണ്ടാ സംഘങ്ങൾ എല്ലായിടത്തും തന്നെ സജീവമാവുന്നു. ടോം സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിൽ സമാനമായ രീതിയിൽ കുറച്ച് നാൾ മുമ്പുണ്ടായിരുന്നു. അത് തീർത്തും ഗുണ്ടാപ്പക തന്നെയായിരുന്നു. ഈ സഹോദരനെ കൊന്നതിന് കുറേ നാളുകൾക്ക് ശേഷം പിന്നീട്
ഈ രീതിയിൽ പക തീർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. പള്ളുരുത്തിയിൽ ഒരു മാമോദിസ ചടങ്ങിനിടെ ഏതാണ്ട് 5 മാസം മുമ്പ് മാമോദിസ ഇടയുണ്ടായിരുന്ന അതിക്രമം അതും ഏതാണ്ട് സമാനമായ രീതിയിൽ ഗുണ്ടാക്രമണമായിരുന്നു. കുത്തേറ്റ ഒരാൾ തന്നെ മരിക്കുന്നു. ഈ രീതിയിലെല്ലാം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പോലീസിൻ്റെ ഒരു വലിയ ഇടപെടലിലേക്കടക്കം ഇവിടേക്ക് ഇടപെടേണ്ട ഒരു ആവശ്യം വളരെ കാര്യമായിട്ട് തന്നെയുണ്ട്. പക്ഷേ കുറച്ചുകൂടി പെട്രോളിംഗ് ശക്തമാക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ മുറവിളികളെല്ലാം തന്നെ എല്ലാ ഭാഗത്തു നിന്നും ഉയരുമ്പോഴും വലിയ നടപടികളിലേക്ക് കടക്കുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സമയമാണ്. പോലീസുകാർക്കടക്കം വലിയ രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളിലേക്കെല്ലാം പോകുമ്പോൾ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായി എത്രമാത്രം സ്റ്റേഷനുകളിൽ പോലീസ് ഉണ്ട് എന്നതടക്കം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് അത്തരം ഒരു സാധ്യതകൾ മുതലെടുത്ത് തന്നെയാണ് ഈ ക്രിമിനൽ സംഘങ്ങൾ ഈ ഒരു സമയത്ത് അവരുടെ കണക്ക് തീർക്കാനും പകരം ചോദിക്കാനും എല്ലാം നടക്കുന്നതും എന്നതും നമ്മൾ കാണേണ്ടതാണ്. ടോം, ഞാൻ ഇപ്പോൾ അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ വിനു വിക്രമനെ കൊലപ്പെടുത്തി 12 മണിക്കൂർ പിന്നിടുന്നു. സ്വാഭാവികമായും ഒരു തിരിച്ചടി ഈ ഗുണ്ടകൾ തമ്മിലുള്ള വീണ്ടും ഒരു ഏറ്റുമുട്ടലിന് സാധ്യതയുണ്ടോ? പോലീസ് എത്രത്തോളം ജാഗ്രതയോടെയാണ് ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എത്രത്തോളം ശക്തമായ ഒരു പരിശോധനയും ഒരു നിരീക്ഷണവും ആലുവ, അത്താണി, ഈ നെടുമ്പാശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോലീസിന്റെ പരിശോധന ശക്തമാകുമോ? അപ്പോൾ നിലവിൽ പോലീസിൻ്റെ ഒരു പരിശോധനകൾ ശക്തമായിട്ട് തുടരുന്നുണ്ട്. കാരണം അത് ഈ കൊലപാതക കേസിലെ പ്രതികളെ കണ്ടെത്തുന്നതിന് അടക്കമുള്ള ഒരു കാര്യങ്ങളിലേക്ക് വേണ്ടിയാണ് പോലീസ് കൂടുതൽ ഒരു ശക്തമായിട്ട് തന്നെ നിരീക്ഷണങ്ങളെല്ലാം തന്നെ തുടരുന്നത്. പക്ഷെ പ്രതികളിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ വീണ്ടും ഒരു ആക്രമണത്തിനൊരു പ്രത്യാക്രമണം ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലവിലൊരു സാഹചര്യത്തിൽ കുറവാണ്. കാരണം ഇപ്പോഴത്തെ ഒരു ജാഗ്രത അനുസരിച്ച് അല്ലെങ്കിൽ ഈ നടത്തിയ ഒരു രീതി അനുസരിച്ച് അങ്ങനെ ഒരു പരസ്യമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കുറവാണ്. പക്ഷേ ഈ സംഘങ്ങൾ തമ്മിലുള്ള ഒരു ചേരിപ്പോര് അത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ പറയുന്ന പ്രദേശത്ത്, ഈ അങ്കമാലി, കാലടി തുടങ്ങിയ പ്രദേശത്ത് പ്രാദേശികമായിട്ട് നിലനിൽക്കുന്നുണ്ട്. 2019 ഇതേപോലെ തന്നെയാണ് ഈ ഗിലാപ്പി ബിനോയിയെ കൊലപ്പെടുത്തുന്നത്. അതിൻ്റെ ഒരു CCTV ദൃശ്യങ്ങളടക്കം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. വഴിവക്കിൽ വെച്ച് ഒരു സംഘം പേർ തുടരെ വെട്ടി വീഴ്ത്തുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ആരെയും ഭയക്കുന്നില്ല, ആരെയും കൂസാതെയാണ് ഇവരുടെ ഒരു പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ആൾക്കാർക്ക് തടുക്കാൻ, ഒരാളെ വെട്ടിക്കൊല്ലുമ്പോൾ അടുത്തേക്ക് ചെന്ന് തടുത്തു നിർത്താനോ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലേക്കടക്കം ഇവരുടെ പ്രവർത്തനങ്ങൾ മാറുന്നു. ഇതിന് പ്രധാനപ്പെട്ടൊരു കാരണം മയക്കുമരുന്നും അടക്കമുള്ളൊരു ഉപയോഗത്തിൻ്റെ എല്ലാം തന്നെ ഒരു കാരണമായിട്ടാണ് പോലീസ് അടക്കം ചൂണ്ടിക്കാണിക്കുക. കാരണം നിർഭയമായി ഇത് ചെയ്യാൻ, ആരെയും കൂസാതെ തന്നെ ചെയ്യാനായിട്ട് മരുന്നിൻ്റെ എല്ലാം പ്രയോഗം മൂലം ഇവരത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്. ആളുകളെ ചുറ്റുപാടുമുള്ളവരിലേക്ക് ഭയം വിതച്ചുകൊണ്ടാണ് ഇതെല്ലാം തന്നെ ചെയ്യുന്നത്. ഇത് ഇപ്പോൾ അത് രാത്രിയിലായിരുന്നു ആ സംഭവം നടക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഇപ്പോൾ വർഷങ്ങൾക്കിപ്പുറം ഇയാൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഇത് കുറച്ച് നാളുകൾക്ക് ശേഷമുള്ളൊരു കുടിപ്പോയെല്ലാം തന്നെയാണ് പകരം വീട്ടുന്നത്. അതേപോലെ ഉടൻ തന്നെ ഒരു പ്രത്യാക്രമണമോ ചെയ്യാനുള്ള ഒരു കാര്യശേഷിയോ അതൊന്നും ഈ നിലവിലെ ഒരു സാഹചര്യത്തിലില്ല. പ്രത്യേകിച്ച് ഈ സംഭവം നടന്നതിന് ശേഷം പോലീസ് വളരെ ഊർജ്ജസ്വലമായിട്ട് തന്നെ ചുറ്റുപാടുകളെല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ട്, പരിസരങ്ങളിൽ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്കിലും വളരെ സജീവമായിട്ട് തന്നെയാണ് ഇത്തരം സാധ്യതകളുള്ളത്. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി നഗരത്തെ വലിയ രീതിയിൽ ഭീതിപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ നെടുമ്പാശ്ശേരിയിലാണ് ഗുണ്ടാ കുടിപ്പകയെ തുടർന്ന് യുവാവിനെ, ഗുണ്ടാ നേതാവായ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ വിനു വിക്രമനെ കൊലപ്പെടുത്തിയത്. ക്രൂരമായ രീതിയിൽ തുരുതുരെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ പ്രതികളുടൻ തന്നെ പിടിലാകുമെന്നാണ് പോലീസ് പറയുന്നത്.